ഹലോ. അങ്ങനെ നമ്മൾ 13th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 13th ചാപ്റ്ററിന്റെ പേരാണ് ഹുദ്ഹുദ്. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡ് ആണ്. അതിന് ഇംഗ്ലീഷിൽ ഹൂപ്പി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഉപ്പൂപ്പൻ, അങ്ങനെ വേറെ പല പേരുകളും വിളിക്കും. ഇതാണ് ഹൂപ്പി. നിങ്ങൾ എത്ര പേര് ഈ ഒരു പക്ഷിയെ കണ്ടിട്ടുണ്ട്? ഈ ചാപ്റ്ററിൽ ഈ പക്ഷിയെ പറ്റി നല്ല ഒരു സ്റ്റോറിയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ പറ്റിയുള്ള കുറെ ആക്ച്വൽ ഫാക്ട്സും. അപ്പൊ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാൻ വേണ്ടി ചാപ്റ്ററിലേക്ക് പോവാം. ഹുദ്ഹുദ് കോ കൽഗി കേസെ മിലി. കൽഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ ഹുദ്ഹുദിന്റെ തലയിൽ കാണുന്ന ഭംഗിയായിട്ടുള്ള ക്രസ്റ്റ്, ഒരു കിരീടം പോലെ ഉള്ള ഈ തൂവലുകൾക്കാണ് കൽഗി എന്ന് പറയുന്നത്. അപ്പൊ ഈ കൽഗി എങ്ങനെയാണ് ഹുദ്ഹുദിന് കിട്ടിയതെന്ന് ഉള്ള ഒരു സ്റ്റോറിയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. एक बार सुलेमान नाम के बादशाह आकाश में उड़ने वाले अपने उड़न खटोले पर बैठे कहीं जा रहे थे. ഒരു ദിവസം സുലൈമാൻ എന്ന് പറഞ്ഞൊരു ബാദ്ഷാ ആകാശ് മേ ഉഡ്നെ വാലെ അപ്നെ ഉഡൻ ഖട്ടോലെ, കിങ്സിന്റെ ഒക്കെ ചാരിയോട്ട് ഉണ്ടാവില്ലേ, അവര് പോകുന്ന രഥങ്ങള്, അങ്ങനെ ആകാശത്തില് പറക്കാൻ പറ്റിയ ഒരു ചാരിയോട്ടില് സുലൈമാൻ ബാദ്ഷാ കൈ ജാ രഹേ തേ, എവിടേക്കോ പോവായിരുന്നു. ബഡി ഗർമി ഥി, ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്. ധൂപ് സേ വോ പരേശാൻ ഹോ രഹേ തേ, വെയില് കാരണം, ധൂപ് വെയില് കാരണം വോ പരേശാൻ ഹോ രഹേ തേ, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആകാശ് മേ ഉഡ്നെ വാല ഗിദ്ദോं से उन्होंने कहा कि अपने पंखों से तुम लोग मेरे सिर पर छाया कर दो. അങ്ങനെ ചൂടുകൊണ്ട് ബുദ്ധിമുട്ടി പോകുന്ന സമയത്ത് സുലൈമാൻ ആകാശത്തിലൂടെ പറക്കുന്ന ഗിദ്ദോൻസെ, ഗിദ്ദു എന്ന് പറഞ്ഞാൽ വൾച്ചേഴ്സ്, കണ്ടില്ലേ ഈ ചിത്രത്തില്? അപ്പൊ കുറെ വൾച്ചേഴ്സ് പോകുന്നത് കണ്ടു. അപ്പൊ സുലൈമാൻ വൾച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈ വലിയ ചിറകുകളൊന്ന് എന്റെ മേലെ വീശി പറക്കാമോ? അപ്പൊ എനിക്ക് തണല് കിട്ടുമല്ലോ. ഛായ കർദോ. पर गिद्धों ने ऐसा करने से मना कर दिया. പക്ഷേ വൾച്ചേഴ്സിന് അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യായിരുന്നു. അവര് അതിന് മനാ കർദിയ, അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. उन्होंने बहाना बनाते हुए कहा, हम तो इतने छोटे छोटे हैं, हमारी गर्दन पर पंख भी नहीं है. അവര് രാജാവിനോട്, സോറി രാജാവേ, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് ബഹാനെ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു കള്ളക്കാരൻ ഉണ്ടാക്കി പറയണ്ടേ. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ വളരെ ചെറുതാണ്, മാത്രമല്ല ഞങ്ങളുടെ കഴുത്തില് രോമം പോലും ഇല്ല. വൾച്ചേഴ്സിന് സാധാരണ കഴുത്തില് തൂവലുകൾ ഉണ്ടാവാറില്ല അല്ലെ. ഹം ചായ കേസേ കർ സക്തേ ഹേ, ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് തണലുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയി. സുലൈമാൻ ആകെ ബഡ്ഗയെ, സുലൈമാൻ അങ്ങനെ ആ ചാരിയോട്ടില് മുന്നോട്ട് പോയി. കുച്ച് ദൂർ ജാനെ പർ ഉൻകി ബേഡ് ഹുദ്ഹുദോं के മുഖിയ സേ ഹുയി. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ ബാദ്ഷാ സുലൈമാൻ ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ഹൂപ്പി ബേർഡ്സ് അല്ലേ, കുഞ്ഞു കുഞ്ഞു ഹൂപ്പി ബേർഡ്സിന്റെ അവരുടെ നേതാവിനെ കണ്ടുമുട്ടി. മുഖിയ എന്ന് പറഞ്ഞ അവരുടെ നേതാവാണ്. സുലൈമാനെ ഉസ്സേ ഭി മദദ് മാംഗി, നേരത്തെ വൾച്ചേഴ്സിനോട് ചോദിച്ചതുപോലെ തന്നെ സുലൈമാൻ ഹുദ്ഹുദിന്റെ മുഖ്യനോടും ചോദിച്ചു, നിങ്ങൾ എന്റെ മുകളില് ചിറക് വീശി പറന്ന് എനിക്ക് കുറച്ച് തണൽ തരാമോ? വോ ചതുർദ, അത് ചെറിയ പക്ഷിയാണെങ്കിലും വളരെ ബുദ്ധിമാനായിരുന്നു. ചതുർദ. उसने फौरन अपने दल के सभी हुदहुदों को इकट्ठा करके बादशाह सुलेमान के ऊपर छाया कर दी. ഹുദ്ഹുദിന്റെ മുഖ്യ എന്താ ചെയ്തത്? എല്ലാരെയും, കൂട്ടത്തിലുള്ള എല്ലാ പക്ഷികളെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും ഒരുമിച്ച് സുലൈമാന്റെ മുകളിൽ ചിറക് വരിച്ച് നിൽക്കാൻ പറഞ്ഞു. അപ്പോ എല്ലാ പക്ഷികളും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോ സുലൈമാന് തണല് കിട്ടി. സുലൈമാൻ ബോലെ, മേനെ ഗിദ്ദോ സേ ഭി മദദ് മാംഗി ഥി, ഞാൻ മുന്നേ വൾച്ചേഴ്സിന്റെ അടുത്തും ഹെൽപ്പ് ചോദിച്ചിരുന്നു. വേ മേരി മദദ് കർ സക്തേ ഥേ പർ ഉൻഹോനെ മേരി മദദ് നഹീ കി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരുന്നു. പർ ഉൻഹോനെ മേരി മദദ് നഹീ കി, അവരെന്റെ ഹെൽപ്പ് ചെയ്തില്ല.
തും ഗിദ്ദോ സെ ചോട്ടെ തോ ഹോ പർ ചതുർ അധിക് ഹോ. നിങ്ങൾ വൾച്ചേഴ്സിനേക്കാളും ചെറിയ പക്ഷികളാണ്, പക്ഷെ നിങ്ങൾക്ക് അവരെക്കാളും നല്ല ബുദ്ധിയുണ്ട്, നിങ്ങൾ അവരെക്കാളും ബുദ്ധിമാന്മാരാണ്. ചതുർ അധിക് ഹോ. തും സബ്നെ മിൽക്കർ മേരി സഹായത കി ഹെ. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എനിക്ക് നല്ല സഹായമാണ് ചെയ്തിരിക്കുന്നത്. മേ തുംസെ ബഹുത് പ്രസന്ന ഹൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. മേ ബഹുത് പ്രസന്ന ഹൂ, അതായത് നിങ്ങളുടെ ഈ പ്രവൃത്തി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മേ തുമാരി കോയി ഇച്ഛ പൂരി കരൂങ്ക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരം വേണമെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നടത്തി തരും. ബതാവോ തുമാരി ക്യാ ഇച്ഛ ഹേ. പറയൂ, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? मुखिया ने कहा, महाराज मैं अपने सभी साथियों से सलाह करने के बाद अपनी इच्छा बताऊंगा. ലീഡർ പറഞ്ഞു, ഞാൻ എന്റെ എല്ലാ ബേർഡ്സിനോടും ചോദിച്ചിട്ട് എല്ലാരും കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യം രാജാവിനോട് പറയാം. ആദ്യം ഞാൻ അവരുടെ അടുത്തൊന്ന് പോയി ചോദിക്കട്ടെ. മുഖിയാനെ സാത്തിയോൻസെ സലാഹ് കർണേക്ക് ബാത് കഹാ. മുഖിയ അതിന്റെ കൂടെയുള്ള എല്ലാ ബേർഡ്സിനോടുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം പറഞ്ഞു, महाराज यह वरदान दीजिए कि हमारे सिर पर आज से सोने की कलगी निकल आए. രാജാവിനോട് എന്ത് വരാ ചോദിച്ചത്? ഹമാരെ സിർ പർ, ഞങ്ങളുടെ തലയിൽ, ആജ് സേ, ഇന്ന് മുതൽ, സോനേക്ക് കൽഗി നികലായേ, സ്വർണത്തിന്റെ കിരീടം മുളച്ചു വരണം. കൽഗി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു തലയിലുള്ള ക്രസ്റ്റ്, അപ്പൊ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയത്. ഇതുവരെ എല്ലാവരുടെയും തലയിൽ തൂവലാണല്ലേ ഉള്ളത്, ഇനി മുതൽ അത് സ്വർണം കൊണ്ട് അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയത് വേണം എന്നാണ് വരം ചോദിച്ചത്. ബാദ്ഷാ ഹസേ ഓർ ബോലെ. ബാദ്ഷാ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുഖിയ ഇസ്കാ ഫൽ ക്യാ ഹോഗാ യേ തുമ്നെ സോച്ച് ലിയാ ഹേ. മുഖിയ, ഈ ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? मुखिया बोला, हाँ महाराज मैंने खूब परामर्श करके यह वर मांगा है. ഉറപ്പായിട്ടും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങള് കുറെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചതിന് ശേഷമാണ് ഈ ഒരു വരം ചോദിച്ചത്. സുലൈമാനെ പ്രാർത്ഥന സ്വീകാർ കർലി. സുലൈമാൻ അത് ഓക്കെ പറഞ്ഞു. സബി ഹുദ്ഹുദോं के सिर पर सोने की कलगी निगलाई. അങ്ങനെ എല്ലാ ഹുദ്ഹുദിന്റെയും തലയില് സ്വർണത്തിന്റെ कलगी निगल आई. लोगों ने सोने की कलगी को देखा तो वे हुदहुदों के पीछे पड़ गए. അങ്ങനെ അവര് പറന്നു പോകുന്ന സമയത്ത് ലോകോ എന്ന് പറഞ്ഞ ആളുകള് പെട്ടെന്ന് നോക്കിയപ്പോ എന്താ കാണുന്നത്? പക്ഷികളുടെ തലയിലൊക്കെ സ്വർണ്ണ കിരീടം. തീർ സെ ഉനെ മാർ മാർക്കർ സോന ഇക്കട്ടെ കർണേ ലഗേ. ആളുകൾ എന്താ ചെയ്തത്? തീർ സെ ഉനെ മാർ മാർക്കർ, അമ്പെയ്ത് വീഴ്ത്തി, എല്ലാ പക്ഷികളെ അമ്പെയ്ത് വീഴ്ത്തി കൊന്ന് അതിന്റെ തലയിലുള്ള ഗോൾഡ് മൊത്തം കളക്ട് ചെയ്യാൻ തുടങ്ങി. ഹുദ്ഹുദോങ്ക വംശ സമാപ്ത ഹോനെ പർ ആ ഗയാ. ഇങ്ങനെ ആളുകള് ഹുദ്ഹുദിനെ കൊല്ലാൻ തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? കുറേ പക്ഷികൾ മരിച്ചുപോയി, അതിന്റെ വംശം തന്നെ ഇല്ലാണ്ടായി പോവാൻ തുടങ്ങി. तब मुखिया घबराकर बादशाह सुलेमान के पास पहुंचा और बोला. ഇതൊക്കെ കണ്ടപ്പോ മുഖ്യ ആകെ പേടിച്ചുപോയി. എല്ലാരെയും ആളുകൾ കൊല്ലുകയാണല്ലേ. മുഖ്യ പെട്ടെന്ന് ബാദ്ഷായുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, इस सोने की कलगी के कारण तो हमारा वंश ही समाप्त हो जाएगा. ഈ ഒരു സ്വർണത്തിന്റെ കിരീടം കാരണം ഞങ്ങളുടെ പക്ഷികളുടെ വംശം തന്നെ നശിച്ചു പോവാൻ വേണ്ടി പോവാണ്. സുലൈമാൻ ने कहा, मैंने तो शुरू में ही तुम्हें चेതവനി दी थी. ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ, ആദ്യമേ പറഞ്ഞിരുന്നു ഇതിനൊരു അപകടമുണ്ടെന്ന്. ഘേർ ജാओ, आज से तुम्हारा सिर का ताज सोने का नहीं सुंदर परों का हुआ करेगा. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഒരു കാര്യം, ഇന്ന് മുതൽ നിങ്ങളുടെ തലയിലുള്ള ഈ ഒരു കിരീടം അല്ലെങ്കിൽ ആ ഒരു ക്രസ്റ്റ് അത് സ്വർണം കൊണ്ടുള്ളതായിരിക്കില്ല. അതിന് പകരം സുന്ദർ പരൂങ്ക ഹുവാ കരേഗ, ഭംഗിയുള്ള തൂവലുകൾ കൊണ്ടുള്ളതായിരിക്കും. और तभी से हुदहुदों के सिर पर परों का यह ताज कलगी शोभा पा रहा है.
അപ്പോ അന്ന് മുതലാണ് ഹുദ്ഹുദിന്റെ അല്ലെങ്കിൽ ഹൂപ്പി ബേർഡിന്റെ തലയിലുള്ള ക്രസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കിരീടം പോലെയുള്ള തൂവലുകൾ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണ്. ഇതൊരു കഥയാണ്. ഇങ്ങനെയാണ് പല ആളുകളുടെയും വിശ്വാസം. ഇനി നമുക്ക് ഈ പക്ഷികളെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഹുദ്ഹുദ് एक बहुत ही सुंदर പക്ഷി है. ഹൂപ്പി ബേർഡ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് ആണ്. इसके शरीर का सबसे सुंदर भाग इसके सिर की कलगी होती है. ഈ പക്ഷിയുടെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അതിന്റെ തലയിലുള്ള ഈ ഒരു കലകിയാണ്. वैसे तो यह इसे समेटे रहता है, पर जैसे ही किसी तरह की आवाज होती है यह चौकना होकर परों को फैला लेता है. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പീകോക്കിന് നല്ല ഭംഗിയുള്ള പീലികളുണ്ട് അല്ലേ? അത് ചില സമയങ്ങളിൽ മാത്രം അത് പീലി വിരിച്ച് ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹുദ്ഹുദിന്റെ തലയിലുള്ള കലകിയും. എല്ലാ സമയവും അത് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയൊന്നുമില്ല. ചില സമയത്ത് അത് മടക്കി വെക്കുകയായിരിക്കും ചെയ്യുക. पर जैसे ही किसी तरह की आवाज होती है, എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കലകി പൊങ്ങി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. तब यह कलगी देखने में हूबहू किसी सुंदर पंखी जैसे लगने लगती है. ആ സമയത്ത് ഈ ഒരു കലകി കാണാൻ നല്ല ഭംഗിയാണ്. इसी कलगी के बारे में तुमने अभी एक सुंदर कहानी भी पढ़ी है. ഇതേ കലകിയെ പറ്റിയാണ് നിങ്ങൾ ഇപ്പൊ മുമ്പ് ഒരു നല്ല സ്റ്റോറി കേട്ടത്. हुदहुद का सारा शरीर रंग बिरंगा और चटकीला होता है. ഹുദ്ഹുദിന്റെ ബോഡി സാരാ ശരീർ മുഴുവൻ ബോഡിയും രംഗ് ബിരംഗ കളർഫുൾ ആണ്. ഓർ ചട്കീല ഹോത്താ ഹേ. ചട്കീല എന്ന് പറഞ്ഞാൽ വൈബ്രന്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ശരീരത്തിലുള്ളത്. पंख काले काले होते हैं जिन पर मोटी सफेद धारियां बनी होती है. ഇതിന്റെ ചിറകുകള് കണ്ടോ, എല്ലാം നല്ല ബ്ലാക്ക് ചിറകുകളാണ്. അതിന്റെ മുകളില് നല്ല വൈറ്റ് സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. गर्दन का अगला हिस्सा बादामी रंग का होता है. അതിന്റെ കഴുത്തിന്റെ ഒക്കെ പോർഷൻ കണ്ടോ, ഈ കഴുത്തിന്റെ ഒക്കെ പോർഷൻ ബദാമിന്റെ പോലത്തെ അങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ചോട്ടെ ബി ബദാമി रंग की होती है मगर उसके सिरे काले और सफेद होते हैं. തലയിലുള്ള ഈ കലകിയില്ലേ, അതും ബദാമിന്റെ കളറുള്ള ലൈറ്റ് ബ്രൗൺ കളറാണ്. പക്ഷെ അതിന്റെ അറ്റത്ത് ബ്ലാക്ക് കളറും പിന്നെ വൈറ്റ് സ്ട്രിപ്സും ഒക്കെ ഉണ്ടാകും. दुम का भीतरी हिस्सा सफेद और बाहरी हिस्सा काले रंग का होता है. ധൂം കാ ഭീത്തറി എന്ന് പറഞ്ഞാൽ അതിന്റെ വാലിന്റെ ഭീത്തർ ഉള്ളിലുള്ള ഹിസ്സ, ഉള്ളിലുള്ള ഭാഗം സഫേദ് വൈറ്റ് ആണ്. ഓർ ബാഹരി ഹിസ്സ എന്നാൽ പുറത്തുള്ള ഭാഗം കാലേ രംഗ് കാ ഹോത്താ ഹേ, കറുപ്പ് കളറുള്ളതാണ്. ചോച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ബീക്ക്, അതിന്റെ കൊക്ക് പത്തലി ലംബി തഥാ തീഖി ഹോത്തി ഹേ. പത്തലി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ്, ലംബി എന്ന് പറഞ്ഞാൽ നീണ്ട്, മെലിഞ്ഞ്, അതായത് തിന്നായിട്ട് നീണ്ടിട്ട്, തഥാ തീഖി ഹോത്തി ഹേ നല്ല ഷാർപ്പായിരിക്കും. इस चोंच से यह आसानी से जमीन के भीतर छिपे हुए कीड़े मकोड़ों को ढूंढ निकलता है. ഈ ഒരു നീളമുള്ള ഷാർപ്പായിട്ടുള്ള കൊക്കുകൾ, ബീക്കുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് ആസാനീസെ ഈസി ആയിട്ട് ജമീൻ കെ ഭീതർ छिपे हुए മണ്ണിന്റെ അടിയില്, മണ്ണിന്റെ ഉള്ളില് ഒളിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ജീവികളെയും ഒക്കെ കൊത്തി തിന്നാൻ പറ്റുന്നത്. इसी चोंच नाखून काटने वाली नहरिनी से बहुत मिलती है. നാക്കൂൻ കാട്ടനെ വാലി എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ അല്ലെ നെയിൽ ക്ലിപ്പർ എന്നൊക്കെ പറയില്ലേ, ഹുദ്ഹുദിന്റെ ബീക്കിന് കണ്ടു കഴിഞ്ഞാൽ നെയിൽ ക്ലിപ്പർ പോലെയും തോന്നും. और शायद इसलिए അതുകൊണ്ടായിരിക്കാം कहीं कहीं इसे हजामीन चिड़िया के नाम से भी पुकारते हैं.
നെയിൽ ക്ലിപ്പറിനെ പോലെയുള്ളത് കൊണ്ട് ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ അതിനെ ഹസാമീൻ ചിരിയാക്കെ നാം സേ ഭി പുക്കാർത്തെ ഹേ അങ്ങനെയും വിളിക്കാറുണ്ട്. ഹുദ്ഹുദ് ഹമാരെ ദേശ് കെ സബി ഭാഗോ മേ പായേ ജാത്തെ ഹേ. ചില പക്ഷികളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ കാക്കയൊക്കെ പോലത്തെ പക്ഷികളോ എല്ലായിടത്തിലും ഉണ്ടല്ലേ. അതുപോലെയാണ് ഹുദ്ഹുദ്. ഹുദ്ഹുദും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ പറ്റും. तुमने इसे अपने घर के आसपास अपने तीखी चोंच के जमीन घुसे हुए अवश्य देखा होगा. നിങ്ങൾ ഈ പക്ഷിയെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അതിന്റെ നല്ല ഷാർപ്പായിട്ടുള്ള ചുണ്ടുകൾ കൊണ്ട് മണ്ണിൽ നിന്ന് എന്തെങ്കിലും ജീവികളെയൊക്കെ കൊത്തി തിന്നത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. बोलते समय यह 3 बार हुप 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 सा कुछ कहता है. അത് സംസാരിക്കുന്ന സമയത്ത് ഹുപ്പ് 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 3 പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കും. ഇസിലിയെ ഇസെ അംഗ്രീസി മേ ഹൂപ്പ് ഔ കഹാ ജാത്താ ഹേ. അല്ലെങ്കിൽ ഹൂപ്പി അല്ലെങ്കിൽ ഹൂപ്പ് ഔ എന്ന് ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കാൻ കാരണം എന്താ? ഹൂപ്പ് 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 എന്ന് അത് ശബ്ദം ഉണ്ടാക്കും. ഹിന്ദി മേ ഇസെ ഹുദ് ഹുദ് കഹത്തെ ഹേ. ഹിന്ദിയിൽ ഇതിനെ എന്താ പറയാ? ഹുദ് ഹുദ് എന്ന്. धूप में कीड़ा ढूंढने के कारण हमारे देश में कई कई इसे पदुबेया भी कहते हैं और सुंदर कलगी की वजह से कुछ देशों में लोग इसे शाह सुलेमान कहकर पुकारते हैं. ഈ ഒരു ഹൂപ്പി എന്ന് പറഞ്ഞ ബേർഡിന് പല പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ഇംഗ്ലീഷിൽ അതിനെ ഹൂപ്പി എന്ന് വിളിക്കും, ഹിന്ദിയിൽ അതിനെ ഹുദ്ഹുദ് എന്ന് വിളിക്കും, ചില സ്ഥലങ്ങളിൽ അതിനെ പദുബയ പദുബയ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ധൂപ് മേ കീട ഡൂണ്നേക്ക് കാരൻ. പുല്ലിൽ നിന്നൊക്കെ ജീവികളെ കൊത്തി തിന്നുന്നത് കാരണം അതിനെ പദുബയ എന്ന് വിളിക്കും. അത് മാത്രമല്ല അതിന്റെ തലയിൽ നല്ല ഭംഗിയുള്ള കലകി അല്ലെങ്കിൽ ആ ഒരു കിരീടം ഉള്ളത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ അതിനെ ഷാ സുലൈമാൻ, സുലൈമാന്റെ സ്റ്റോറി നമ്മൾ നേരത്തെ വായിച്ചില്ലേ, അങ്ങനെ ഷാ സുലൈമാൻ എന്നും വിളിക്കും. മാതാ ഹുദ്ഹുദ് 3 से 10 तक अंडे देती है. ഒരു അമ്മക്കിളി 3 മുതൽ 10 വരെ 3 से 10 3 to 10 eggs ആണ് ഉണ്ടാക്കുക. जब तक बच्चे अंडे से बाहर नहीं निकल जाते हैं वह अंडों पर बैठी रहती है. എന്നിട്ട് എഗ് ലേ ചെയ്യും അല്ലെ അതിനെ വിരിയിപ്പിക്കാൻ വേണ്ടി. എന്നാൽ എന്ന് മുതലാണോ ആ പക്ഷി ഇരിക്കുന്നത് അതിനുശേഷം അതിൽ നിന്ന് കുട്ടികൾ പുറത്ത് വരുന്നവരെ ആ പക്ഷി അവിടുന്ന് എണീക്കേയില്ല. ഫുൾ ടൈം അതിന്റെ മുകളിൽ തന്നെ ഇരിക്കും. നർ വഹി ഭോജൻ ലാക്കർ ഉസേ ഖിലാ ജാത്താ ഹേ. നർ എന്ന് പറഞ്ഞാൽ അച്ഛൻ പക്ഷി അല്ലെങ്കിൽ ആൺകിളി ആ സമയത്ത് പുറത്ത് പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ കൊത്തിക്കൊണ്ടുവരും, പല ജീവികളെയൊക്കെ കൊത്തിക്കൊണ്ടുവന്നിട്ട് ഈ ഒരു അമ്മക്കിളിക്ക് കൊടുക്കും. पर दोनों में से कोई भी घोंसला की सफाई नहीं करता. അമ്മക്കിളി അതിന്റെ അകത്ത് അടയിരുന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പുറത്തു പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് അമ്മക്കിളിക്ക് കൊടുക്കും. പക്ഷെ ഈ സമയങ്ങളിൽ ഒന്നും അവർ രണ്ടുപേരും ആ കൂട് വൃത്തിയാക്കുക ഒന്നും ചെയ്യില്ല. സഫായി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക. അപ്പൊ കൂടൊന്നും വൃത്തിയാക്കില്ല, ഫുഡൊക്കെ കൊണ്ടുവരും, അമ്മ അതിന്റെ മുകളിൽ അടയിരുന്നു കൊണ്ടേയിരിക്കും. സംസാർ കെ വിഖ്യാത് പക്ഷിയോമേ സേ ഏക് ഹേ യഹ് ഹുദ്ഹുദ്. ഈ ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള പക്ഷികളിൽ ഒന്ന് തന്നെയാണ്. യഹ് അപ്നി സുന്ദർദ കെ ലിയെ തോ മഷ്ഹൂർ ഹേ പർ ഇസേ പാൽത്തു നഹി ബനായാ ജാ സക്താ. ഭംഗിയുള്ള പക്ഷികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാര് അതിനെ വീട്ടിൽ പെറ്റായിട്ട് വളർത്തും അല്ലേ. എന്നാൽ ഈ പക്ഷി ഇതിന് നല്ല ഭംഗിയുണ്ട്, പക്ഷെ അതിനെ പാൽത്തു നഹി ബനായാ ജാ സക്താ, അതിനെ വീട്ടിൽ പെറ്റായിട്ട് വളർത്താറില്ല. ഓർ നഹി ഇസ്കി ബോലി മേ മിഠാസ് ഹേ. മറ്റ് പക്ഷികളെ പോലെ ഇതിന്റെ ഒരു സൗണ്ട് അത്ര ഭംഗിയൊന്നുമില്ല, അത്ര കേൾക്കാൻ സുഖമുള്ള അല്ലെങ്കിൽ മിഠാസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഒന്നും അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഹുദ്ഹുദിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഹുദ്ഹുദിന്റെ കലകിയെ പറ്റി പഠിച്ചു, പിന്നെ അതിന്റെ കളറുകളെ പറ്റി പഠിച്ചു, പിന്നെ അതെങ്ങനെയാ ഭക്ഷണം കണ്ടുപിടിക്കുന്നതും കഴിക്കുന്നതെന്നും കണ്ടു. അതിനുശേഷം അതിന്റെ മുട്ട വിരിയിച്ച് കുട്ടികളെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ഇതിൽ വായിച്ചു അല്ലേ. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.